ഹലോ! എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്കൊരു വാട്ട് ഐ ഈറ്റിന് ഡേ നോക്കിയാലോ? അപ്പൊ 4 മണിക്കാണ് ഞാൻ എണീക്കാട്ടോ പുലർച്ചെ. ഇത് നമുക്ക് ഞായറാഴ്ച ഒഴികെ മുടക്കുണ്ടെങ്കിലും കുട്ടികൾക്ക് മുടക്കില്ലെങ്കിലും ഒക്കെ ഞാൻ 4 മണിക്ക് എണീക്കും. ഞായറാഴ്ച മാത്രം കുറച്ച് നേരം കിടക്കൂട്ടോ. രാവിലെ എണീറ്റാൽ ഞാനത് ദേ തീ കത്തിച്ചിട്ടുണ്ട്. അത് ബ്രഷ് ചെയ്ത് വന്നിട്ടാണ് തീ പിടിപ്പിക്കുക. അതിന് ശേഷം ഞാൻ വെള്ളം 1 കപ്പ് വെള്ളം കുടി ഇതിലിപ്പോ 2 ഗ്ലാസ് വെള്ളം കൊള്ളും. അങ്ങനെ ഞാന് 1 കപ്പ് വെള്ളം ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് കുടിക്കണം എന്നാണ്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടും എനിക്ക് സമയമില്ലാത്തതിന്റെ ഒരു പേരിലും ഞാന് നിന്നിട്ടാണ് കുടിക്കണത്. അപ്പൊ 1 കപ്പ് വെള്ളം നോർമൽ നമ്മുടെ പച്ചവെള്ളം കുടിക്കൂട്ടോ. അപ്പൊ അതാണ് ആദ്യത്തെ പരിപാടി. പിന്നെ ഞാൻ എന്റെ പണികൾ ചെയ്യണേന്റെ ഇടയില് ഞാന് കുറച്ച് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി എടുക്കും. എന്നിട്ട് അതിലേക്ക് നമ്മുടെ നല്ല ചൂടുവെള്ളം അതായത് ഒരു 1/4 കപ്പേ ഉള്ളൂട്ടോ. അതായത് 1/4 കപ്പ് വളരെ കുറവേ ഉള്ളൂ. അത് കുടിക്കും. അത് ഞാനിങ്ങനെ പണിയെടുക്കണ ഇടയിൽ വന്നും പോയൊക്കെ കുടിക്കും. ഇന്നിപ്പോ എനിക്ക് വലിയ തിക്കും തിരക്കുള്ള പണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ നിന്ന് കുടിക്കുന്നുണ്ട് നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ട്. അതങ്ങനെ കുടിച്ച് അവസാനിപ്പിക്കും ട്ടോ. ചെറിയ ചൂടോട് കൂടിയിട്ട്. പിന്നെ ഞാൻ കാപ്പി കുടിക്കും. പിന്നെ നമ്മുടെ മല്ലിയും അതുപോലെ തന്നെ ജീരകവും തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അപ്പൊ ഞാനിപ്പോ ജിമ്മിൽ പോണോണ്ട് തന്നെ ഒരു ഉം എന്താ പറയാ ഒരു പ്രീ വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാപ്പി കുടിക്കണത്. പിന്നെ എനിക്ക് അങ്ങനെ ഫുഡ് രാവിലെ തന്നെ ഇത്രയും നേരത്തെ കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കാപ്പിയാണ് കുടിക്കാറ്. പിന്നെ അതുപോലെ പിള്ളേർക്ക് ഞാനിന്ന് നമ്മുടെ പാസ്ത കുറേ കാലമായി പറയണു ഉണ്ടാക്കി തരാൻ വേണ്ടി. അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കലൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ പാസ്ത ഉണ്ടാക്കുന്നുണ്ട് ട്ടോ. അങ്ങനെ എന്റെ അടുക്കളയിലത്തെ പണി കഴിഞ്ഞു. ഒരു 5:45 ആവാറായപ്പോഴേക്കും ഞാൻ ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. അപ്പോ ഇതാണ് എന്റെ ഇന്നത്തെ റുട്ടീൻ. ഇതൊരു ലൈഫ് ലോങ് നമ്മൾ ചെയ്യണ പ്രോസസ്സാക്കി മാറ്റിയേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നിർത്തും. അത് കഴിഞ്ഞ് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ അത് കണ്ട് നമുക്ക് സുഖമായിട്ട് വെറുതെ ഇരിക്കാം. എക്സർസൈസ് ചെയ്യണ്ടാന്നൊന്നും വിചാരിക്കണില്ല ഞാൻ. ഇതെന്റെ ലൈഫ് ലോങ് ചെയ്യേണ്ട കാര്യമാണ്. അതിനിടയിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ മാത്രമാണ് നിർത്താമെന്നാണ് വിചാരിക്കണേ ട്ടോ. അപ്പൊ നല്ല ഇരുട്ട് തന്നെയാണ്. അപ്പൊ ചേട്ടൻ ഇപ്പൊ തുടങ്ങിയിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ ആളുടെ ഇതിലും വരുത്തിയിട്ടുണ്ട്. ആള് ഉറങ്ങാറില്ല. ഞാൻ ഇറങ്ങണ 5:45 നേരത്തെ ആള് എണീക്കും. ആൾക്ക് അത്ര നേരത്തെ എണീക്കണ്ട. ആള് വൈകുന്നേരം ജിമ്മിന് പോവാ. പക്ഷെ എന്നാലും ആളുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ചെറിയ മാറ്റങ്ങൾ ആള് വരുത്തിയിട്ടുണ്ട്. രാവിലെ അത്യാവശ്യം നേരത്തെ എണീക്കുക, അത്യാവശ്യം സമയമാകുമ്പോൾ ഉറങ്ങുക എന്നുള്ളത് അത് നമുക്ക് നിർബന്ധമാണ്. പ്ലസ് നമുക്ക് ആഫ്റ്റർ 30 നമുക്ക് അത്രയും നിർബന്ധം. അപ്പൊ ചേട്ടൻ അത് തന്നെ എന്നെ കൊണ്ടുവന്നാക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് നടന്നു വരാൻ ഇഷ്ടം. കാരണം അതൊരു എക്സർസൈസ് ആണല്ലോ. പക്ഷെ ചേട്ടന് ഇപ്പൊ എണീക്കുന്നതുകൊണ്ട് ആള് പറയും "നീ തന്നെ പോണ്ട മഴയല്ലേ." അപ്പൊ അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ജിമ്മിലെത്തി. അപ്പോ ഇന്ന് നമ്മള് കാർഡിയോ അതുപോലെ തന്നെ ആബ്സിനുള്ള വർക്കൗട്ട് അത് കുറച്ചു നേരം ചെയ്യും. ഒരു വാമപ്പ് കഴിഞ്ഞിട്ട്. അതിന് ശേഷം എനിക്ക് എന്റെ എന്താ പറയാ ട്രെയിനിങ്ങിനുള്ള വർക്കൗട്ടുകൾ ഇന്ന് ചെയ്യും. അതുപോലെ മസിൽ സ്ട്രെങ്തനിങ്ങിന്. പിന്നെ എന്നെ കൊണ്ടുപോകാനായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട് ട്ടോ. അപ്പോ ഞാൻ 7:45 വരെ 8 മണി വരെയാണ് എന്റെ സമയം. അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എന്റെ പ്രോട്ടീൻ വന്നിട്ട് കുടിക്കും. അപ്പൊ എന്റെ പ്രോട്ടീൻ ഇതാട്ടോ. ഇത് വന്നിട്ട് ഏതാ ലിങ്ക് എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം ഞാൻ എന്റെ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള ടെസ്റ്റുകളും കഴിച്ചിട്ട് എനിക്ക് എന്താണോ വേണ്ടത് അനുസരിച്ചിട്ടാണ് പ്രോട്ടീൻ കഴിക്കണത്. എനിക്ക് അതിന് ആവശ്യമുള്ള എന്റെ ഹെൽത്തിനും എന്റെ ബോഡിക്കും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എക്സസൈസിന് ആവശ്യമുള്ള പ്രോട്ടീൻ ആണ് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഡയറ്റീഷ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ ലിങ്ക് തരാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മള് എപ്പോഴും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതോ നമുക്ക് എത്രത്തോളം വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട്. അതാണ് ഞാൻ അതിന്റെ കാര്യങ്ങൾ കാണിക്കാത്തത്. പിന്നെ നമ്മള് 2 മുട്ട കഴിക്കും ട്ടോ. അപ്പോ ചിലപ്പോ ഞാൻ ഹാഫ് ബോയിൽ ആയിരിക്കും കഴിക്കുക. ചിലപ്പോ ഞാൻ സ്ക്രാമ്പിൾഡ് എഗ് 2 കഴിക്കും. 2 മുട്ട ഫുൾ ആയിട്ടുള്ള മുട്ട കഴിക്കും ട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ നിലാ സെർപ്സിന്റെ സ്മൂത്തി പൗഡർ ആണ്. ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വാട്സ്ആപ്പ് നമ്പർ വെക്കാം. വളരെ നല്ലതാണ്. വെയിറ്റ് ലോസ്, വെയിറ്റ് മാനേജ് ചെയ്യണവർക്ക് എല്ലാവർക്കും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാ. അതുപോലെ നമുക്കൊരു ലൈഫ് സ്റ്റൈല് നമുക്ക് നല്ലൊരു എന്താ പറയാ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താനൊക്കെ നല്ലതാ. അപ്പൊ ഇതുപോലെ ചൂടുള്ള പാലോ അല്ലെങ്കിൽ വെള്ളമോ എന്താണെങ്കിലും മതി. നോർമൽ വെള്ളമായാലും മതി ട്ടോ. ചൂട് വേണമെന്നില്ല. ഞാനിവിടെ പാലിലാണ് കുടിക്കണത്. ഇപ്പൊ എനിക്കങ്ങനെ പാല് പ്രശ്നമില്ല. ആദ്യമൊക്കെ പാല് കുടിക്കുമ്പോ എനിക്ക് നിറയെ കുരു വരുന്ന ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ എനിക്കറിയില്ല. പാല് എനിക്ക് ഓക്കെയാണ്. അപ്പൊ ഞാൻ 1 ടീസ്പൂൺ നമ്മുടെ സ്മൂത്തി പൗഡർ, നിലാ സബ്സിന്റെ സ്മൂത്തി പൗഡർ. ഇതിൽ നമുക്ക് നട്ട്സും അതുപോലെ തന്നെ ഓട്സ്, റോൾഡ് ഓട്സ് അങ്ങനെയുള്ള ഐറ്റംസും ഫ്രൂട്ട്സും ഒക്കെ വരുന്നുണ്ട് ട്ടോ. അപ്പൊ അത് നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മൾ നേരെ ഇത് മിക്സിയുടെ ജാറിലേക്ക് അടിക്കും. അപ്പൊ വേറെ ഒന്നും ചേർക്കണില്ല. ആദ്യം ഞാൻ ഡേറ്റ്സ് ഒക്കെ ചേർത്തിരുന്നു, പീനട്ട് ബട്ടർ. ഇപ്പൊ ഞാൻ ഒന്നും ചേർക്കണില്ല കേട്ടോ. ജസ്റ്റ് വെറുതെ അടിക്കുക. എനിക്ക് തോന്നുന്ന സമയത്ത് ചിലപ്പോൾ അടിക്കും. ഞാൻ പീനട്ട് ബട്ടർ ഒക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണത് നേരെ ഇങ്ങനെ തന്നെ. അപ്പൊ ഈ ഒരു ഷേക്കർ നല്ലതാട്ടോ. ഈ ഒരു മിക്സർ ഇതിങ്ങനെ നമുക്ക് എന്താ പറയാ വേറെ ഇനി ഒരു പാത്രത്തേക്ക് മാറ്റമൊന്നും വേണ്ടതാ. ഇതുമാതിരി ഒരു മൂടി ഇതിനുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങനെ തന്നെ കുടിക്കുക. അപ്പൊ ഒരു ചെറിയൊരു ചൂടും ഉണ്ടാവും. ആ ചൂടിൽ നമുക്ക് അങ്ങനെ കുടിക്കാം. അപ്പൊ നമ്മുടെ വയറ് ഫില്ലാണ്. പിന്നെ ഞാൻ പാർക്കുട്ടിക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ വീട്ടില് പോപ്കോൺ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അതാണ് കാണിച്ചു തന്നത്. അപ്പൊ നമുക്ക്
അതിനിടയിൽ എന്റെ പണികളും നമ്മുടെ കാര്യവും നമ്മൾ പ്ലസ് പിള്ളേരുടെ കാര്യം എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ മാനേജ് ചെയ്യണം. നമ്മളെ അമ്മമാർക്കൊന്നും പറ്റാത്തതല്ല. നമുക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും. നമുക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ട്ടോ. ചിലർ പറയില്ലേ നേരിലെ സമയമില്ല. പക്ഷെ കുറച്ച് സമയം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റില്ലേ? അപ്പൊ ദേ പിള്ളേരൊക്കെ പറഞ്ഞയച്ചു. ഞാൻ ഇനി കുളിച്ചു വന്നു ട്ടോ. എനിക്ക് രാവിലെ തന്നെ ജിമ്മിൽ പോയി വന്ന് കുളിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷെ എനിക്ക് കുറേ അധികം എന്റെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കുളിക്കാൻ പറ്റാറില്ല. സമയം കിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും പിള്ളേരൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടൊക്കെ ആവും കുളിക്കുക. പക്ഷെ സ്കിൻ കെയർ ഞാൻ കുളി കഴിഞ്ഞിട്ടാ ചെയ്യാറ് ട്ടോ. ഒന്ന് ഫ്രഷ് ആയി വന്ന് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് നമ്മുടെ നിലാസെറപ്സിന്റെ ആദ്യം ടോണർ അടിച്ചിട്ടുണ്ട്. പിന്നെ വിറ്റമിൻ സി സിറം. ഇത് ഞാൻ കാണിക്കാൻ കാരണം ഇതിൽ നമ്മുടെ വിഷയത്തിൽ പെട്ടതല്ല കണ്ടന്റിൽ. പക്ഷെ ഇതും ആവശ്യമാണ്. നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുമ്പോഴും സ്കിന്നിന് പുറത്തേക്കും നമ്മൾ ഇതുപോലെ കെയർ ചെയ്യണം. ഒരു സ്കിൻ കെയർ റുട്ടീൻ നമുക്ക് വേണം. അതും നമ്മൾ ലൈഫ് ലോങ് കൊണ്ടുപോകണം കേട്ടോ. അത്യാവശ്യം ഹെർബൽ ആയിട്ടുള്ളതും നമ്മുടെ സ്കിന്നിന് ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഏറ്റവും നല്ലത്. പിന്നെ ദേ ഇത് മസ്റ്റ് ആണ് വെള്ളം കുടിക്കുക. അതൊരു 3 ലിറ്ററോളം വെള്ളം കൊള്ളും. ഇതിൽ നമ്മളിത് ഞാൻ കുടിച്ചിത്രേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. അത് നമുക്ക് എപ്പോഴും സ്കിന്നിനെ പുറമേന്ന് നല്ല ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് വെള്ളം കുടിക്കുന്ന പോലെ തന്നെ പുറമേക്കും ഈ ഒരു ഹൈഡ്രേഷൻ നല്ലതാണ്. അപ്പൊ ഒരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അത് നമ്മൾ വേറെ ഒന്നും നിങ്ങൾക്ക് മേക്കപ്പ്, ഫൗണ്ടേഷൻ, ടിന്റ് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവരും പുറത്തേക്ക് പോവുകയാണെങ്കിലും വീട്ടിൽ നിൽക്കുകയാണെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ ഇടുക. അത് അത്രയും നല്ലതാ സ്കിന്നിന്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നല്ലൊരു സൺസ്ക്രീൻ. അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാ. ലൈഫ് ലോങ് യൂസ് ചെയ്യുക. SPF 50 തുടങ്ങിയിട്ട് 70 ആ ഒരു റേഞ്ചിലുള്ള നല്ലൊരു സൺസ്ക്രീൻ. അപ്പൊ മഴക്കാലമാണ് അല്ലെങ്കിൽ എന്താ മഞ്ഞുകാലമാണെന്നൊന്നും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങണില്ല, വെയിൽ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടല്ല നമ്മളത് മാറ്റി വെക്കരുത്. നമ്മളത് എന്നും വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും പുറത്തു പോകുമ്പോഴാണെങ്കിലും പിന്നെ റീഅപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാ. അപ്പൊ ഇത് നമ്മുടെ ഈ കണ്ടന്റിൽ ഇല്ലെന്ന് എനിക്കറിയാം. വാട്ടയിറ്റിന്റെ ഇടയിൽ കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇതും നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്, അത്യാവശ്യമായിട്ടുള്ള കാര്യം ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നതും. പിന്നെ ഞാൻ ചെയ്യണത് ഒരു ലിപ് ബാം ആണ്. ഇത് നമ്മുടെ ടിൻഡഡ് ലിപ് ബാം ആട്ടോ. ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നിലാസെറപ്സിൽ നമ്മൾ ഇറക്കിയിട്ടുള്ളതാണ്. അപ്പൊ രാത്രി ഞാൻ നമ്മുടെ ഹെർബൽ നോൺ ടിൻഡഡ് ലിപ് ബാം ആണ് യൂസ് ചെയ്യുക. ടിൻഡ് ഒന്നും ഇല്ലാത്ത ഹെർബൽ ലിപ് ബാം ആണ്. ഹെർബൽ ഇൻഗ്രീഡിയൻസ് ഇൻഫ്യൂസ് ചെയ്തിട്ട് കാച്ചെടുക്കുന്ന ലിപ് ബാം. ഇത് വന്നിട്ട് ടിൻഡഡ് ലിപ് ബാം ആണ്. ഇത് ഒരു ബട്ടറി സോഫ്റ്റ് ആയിട്ട് ഇതും ഹെർബൽ തന്നെയാട്ടോ. നമുക്ക് ഇങ്ങനെ വേറെ ഒരു കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാമ. അതിൽ നമ്മൾ നാച്ചുറൽ ടിൻഡിനാണ് ആഡ് ചെയ്യണത്. അപ്പൊ ഇതേ നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ ഏകദേശം സമയമായി. പിന്നെ എനിക്ക് കുറെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പരിപാടീസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിന്റെ ഇടയിൽ നമുക്ക് വേറെ കുറെ പുറത്തേക്കും പോകണം. അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 11 മണി ആ ഒരു റേഞ്ച് ഒക്കെ ആകുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊന്നും കഴിക്കാറില്ല ഫ്രൂട്ട്സ് ഒന്നും. പക്ഷെ ആൽമണ്ട്സ് ചിലപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ കഴിക്കും കേട്ടോ. അപ്പൊ ഇന്ന് അമ്മുക്കുട്ടീനെയും കൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകണം. അവള് ക്യാമ്പിന് പോവാട്ടാ. നമ്മുടെ NCCയുടെ 10 ദിവസത്തെ ക്യാമ്പിന് പോവാ. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മൂട്ടി കുറച്ച് പർച്ചേസിന് കുറച്ച് സാധനങ്ങളൊക്കെ 10 ദിവസം മാറി നിൽക്കല്ലേ. അപ്പൊ അതിന് പിന്നെ ക്യാമ്പിന് അവരോട് പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവർക്ക് മേടിക്കണം. അങ്ങനെ നമ്മളിതേ ഫുഡ് അടിച്ചിട്ട് വേണം ഇറങ്ങാന്ന് വെച്ചിട്ട്. അപ്പൊ ഇതേ ഒരിക്കലും ഭക്ഷണം അതായത് കഴിക്കാണ്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യരുത്. അതായത് ഒരു ക്രാഷ് ഡയറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യേണ്ടത്. അതായത് ഒരു പോർഷൻ റൈസ്, പിന്നെ ചെറിയ പോർഷൻ റൈസ്, കൂടുതൽ വെജിറ്റബിൾസ്, മുട്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് ഫില്ലാണ്. പിന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ വയറുണ്ടാവില്ല. നിറഞ്ഞ ഫീൽ ഉണ്ടാവും. അതുപോലെ എനിക്കത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. നിങ്ങൾ ഫുഡ് കുറച്ചല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അപ്പോ അത് നിർബന്ധമാണ്. ഭക്ഷണം ഒഴിവാക്കി, ഉച്ചക്കലത്തെ ഫുഡ് ഒഴിവാക്കി, അല്ലെങ്കിൽ വെറുതെ ഒരു ഫ്രൂട്ട് മാത്രം കഴിച്ച്, അല്ലെങ്കിൽ ഒരു വെള്ളം ജ്യൂസ് മാത്രം കുടിച്ച് ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ഫുഡ് നല്ല രീതിക്ക് തന്നെ എന്താ പറയാ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും നമുക്ക് വെയിറ്റ് ലോസിൽ വ്യത്യാസമുണ്ട്. ഇത് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെ കഴിക്കാം. ഞാൻ ഒരാൾ മാത്രമല്ല, എന്റെ വീട്ടിലെല്ലാവരും ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് നോക്കണവരാ. തൈരും അതുപോലെ പാറുവിന്റെ പ്ലേറ്റിലാണെങ്കിൽ ഫ്രൂട്ട്സും എല്ലാ കാര്യങ്ങളും ഉണ്ട്. വെജിറ്റബിൾ ഒക്കെ കൊടുക്കും. അമ്മു ആണെങ്കിൽ അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ അതിന്റെ. അപ്പൊ ഇനി നമ്മൾ പുറത്തേക്ക് പോകട്ടെ. ഫുഡ് കഴിച്ചിട്ടാണ് പോകണം. അല്ലെങ്കിൽ ഇടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കേണ്ടി വരും, പിള്ളേർക്ക് വേണമെന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് എല്ലാവരും കഴിച്ചിട്ടാണ് ഇറങ്ങണത്. അങ്ങനെ ഇറങ്ങണ എവിടെയാണെന്ന് വെച്ചാൽ അമ്മുക്കുട്ടിക്ക് നമ്മുടെ NCC ക്യാമ്പിന് അവൾക്ക് 3 ലൈൻ ആയിട്ടുള്ള നമ്മുടെ ട്രാക്ക് പാന്റുകൾ 10 അതുപോലെ കോളറിന്റെ ടീഷർട്ടുകൾ 10 അങ്ങനെയൊക്കെ വേണം. ഇവിടെ കുറച്ചുണ്ട്. പിന്നെ ബാക്കിയുള്ളത് എടുക്കണം. അത് നിർബന്ധമാണ് അവർക്ക്. പരേഡിന്റെ സമയം അല്ലെങ്കിൽ അവരുടെ കോച്ചിങ്ങിന്റെ സമയത്തൊക്കെ അവർക്ക് ഈ ഡ്രസ്സുകളാണ് വെയർ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനാട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി പർച്ചേസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ.
അങ്ങനെ ഞങ്ങളിത് എത്തി. ഇപ്പൊ ഏകദേശം ഒരു 4 മണി കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഈ സമയത്ത് സാധാരണ ഒന്നും കഴിക്കലില്ല, പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് അന്തിക്കാടുന്ന് പഴങ്ങളൊന്നും ഉണ്ടായിരുന്നു ചേട്ടന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ ഇത് ഇവിടെ തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് പഴുത്തേക്കണ് കണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് 2 പഴം, ചെറുപഴമാണ്, ഞാൻ അങ്ങനെ കഴിക്കില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ അങ്ങനെ സ്ഥിരം പഴം വാങ്ങിച്ച് അങ്ങനെ തൂക്കിയിടാറൊന്നുമില്ല. ഇതിപ്പോ ഇങ്ങനെ കിട്ടിയോണ്ട് നമ്മൾ നാടൻ പഴമല്ല, വീട്ടിൽ നിന്ന് കിട്ടിയതല്ല, നല്ല വിഷമൊന്നും അടിക്കാണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കഴിക്കാം. അപ്പൊ അതേ 2 എണ്ണം കഴിക്കുന്നു കേട്ടോ. അപ്പൊ ഇതിലും കുറച്ച് ഇനി വൈകുന്നേരം ഫുഡ് കഴിക്കുള്ളൂ. അപ്പൊ ഇത് നല്ലതുമാണ്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണ്, പിന്നെ ചേട്ടന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ കഴിക്കുന്നുണ്ട്. അപ്പൊ അമ്മുക്കുട്ടി നാളെ എന്താ പറയാ ക്യാമ്പിന് പോകും. അവൾ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ആദ്യത്തിലാണ് 10 ദിവസം. ഞങ്ങളന്ന് ബാംഗ്ലൂർ പോയപ്പോ ഒരു 7 ദിവസം മാറുന്നു. പക്ഷെ അവള് വീട്ടിൽ നിന്ന് 10 ദിവസം ആരും കാണാണ്ട് മാറിക്കണത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല കുറച്ച് ടെൻഷൻ ഉണ്ടാവണം. സാധാരണ അവളോട് പോയി നിൽക്കാറില്ലേ, പച്ചമ്മയുടെ വീട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ തന്നെ അവള് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ അവിടെ ഒരു 7 തോന്നുന്നു അച്ഛമ്മേടെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ പോന്നു. അപ്പോ പാറുണ്ടായില്ല, മുന്നേ 6 അപ്പൊ കുഴന്നാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോണ്ട് ആള് ഭയങ്കര കരച്ചില്ല. അപ്പൊ തന്നെ വിളിച്ചു, അച്ചാച്ചനെ കൊണ്ടുപോയിട്ടാ തിരിച്ചു വന്നെത്തുന്നു. ഞങ്ങൾ തൃശ്ശൂര് വന്നാൽ ഞങ്ങൾ തിരിച്ചു വീണ്ടും അന്തിക്കാട് പറ്റോളം കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ അവളങ്ങനെ മാറിക്കില്ല. അവിടെ പിന്നെ കുറച്ചൊരു വീടിനോട് ഇങ്ങനെ ഹോമിന്നൊക്കെ പറയില്ലേ, വീടിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കണ ഒരു ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഇതുണ്ട്. പക്ഷെ കുട്ടികളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അതുകൊണ്ട് തന്നെ സെറ്റ് ആയ കുഴപ്പം മുതിർന്നല്ലോ. എന്നാലും അവള് അമ്മ നാളെ സമയത്ത് ഞാൻ ഉണ്ടാവില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. നാൾക്ക് എന്താ പറയാ ക്യാമ്പിൽ പോകണം, കാര്യങ്ങളൊക്കെ ചെയ്യും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ സെറ്റ് കഴിഞ്ഞപ്പോൾ അവൾ എടുത്തു വെച്ചോളും. അവളും പഠിക്കണമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എടുത്ത് വെച്ചൊക്കെ ഞാൻ ബാഗിൽ വെച്ച് സെറ്റാക്കിയേ വേണ്ടു. നാളെ രാവിലെ ഒരു 8:45 സ്കൂളിൽ നിന്ന് വണ്ടിയുണ്ട്. അതിലെല്ലാവരും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലാണ്, അങ്ങനെ അവിടെ പോവും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഒരു പഴം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് അടുത്ത പഴം കഴിക്കാനുള്ള വയറില്ല. എനിക്ക് അങ്ങനെ വെച്ചാൽ വൈകുന്നേരം ഞാൻ ഈ ഫുഡ് കഴിക്കാത്ത ആളാണ്. എല്ലാവർക്കും ഇത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വൈകുന്നേരം ആദ്യം ഫുഡ് കഴിക്കാത്ത, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതെനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മുന്നേക്ക് കുറേ കഴിച്ചായിരുന്നു കേട്ടോ, ചോറും ഒക്കെ കഴിച്ചിരുന്നു. പക്ഷെ നമ്മളൊരു ഡയറ്റിലേക്ക് വന്ന് അതിങ്ങനെ ഫോളോ ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. വൈകുന്നേരം എനിക്ക് ആദ്യം ഫുഡ് വേണ്ട. പിന്നെ അവിടെ നല്ല കലവില്ല കേട്ടോ, അച്ഛനും മകളും കൂടി. പിന്നെ അവിടെ ഒരു ന്യൂസും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമ്മൾ ഈ 4 മണി 5 മണി സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നാമത്തെ ഞാൻ 6 മണിക്കുള്ളിൽ ഫുഡ് കഴിക്കും. മാക്സിമം 5:30 അല്ല, മാക്സിമം 6 മണി അല്ലെങ്കിൽ 5:30 അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയിപ്പോൾ ഇത് കഴിക്കണോ വേണ്ടെന്നുള്ള ചിന്ത, കാരണം വയറ് നിറഞ്ഞൊരു ഫീല്. ഞാൻ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. പിന്നെ നമ്മൾ എവിടേക്കാലും പോകുമ്പോൾ വല്ല ഫംഗ്ഷന് പോകുമ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ കഴിക്കൂട്ടോ. അപ്പോൾ ഞാൻ വലിയ ജാട പിടിച്ചെങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല എന്നും പറഞ്ഞിരിക്കില്ല, കഴിക്കും. എല്ലാവരും കൂടി നമുക്ക് ആവശ്യത്തിന് കഴിക്കും. അപ്പോൾ ഞാനിതൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് വൈകുന്നേരത്തിന്. ചേട്ടന് ചിക്കൻ സാലഡ് മസ്റ്റാണ്, കാരണം ചേട്ടന് ഇപ്പോൾ വർക്കൗട്ട് കൂടുതൽ 10 വർക്കൗട്ടൊക്കെ ഒരു ദിവസം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് മസിൽ ഗെയിൻ, വെയിറ്റ് ഗെയിൻ അതിനൊക്കെയാണ് ആൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല രീതിക്ക് തന്നെ ഫുഡും പ്രോട്ടീനും കഴിക്കണം. അപ്പോൾ ആൾക്ക് ചിക്കൻ സാലഡ് മസ്റ്റാണ്, ആൾക്ക് വേണം. ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് സാലഡ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കുന്നുണ്ട് സാലഡ്. പക്ഷെ ഞാനിവിടെ എനിക്ക് വേറെ സാലഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേറൊരു, നമുക്ക് മധുരമൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ടെൻഡൻസി വരുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നണം, അതായത് ഒരു സൂപ്പറായിട്ടുള്ള ഐഡിയ, നമുക്ക് ഹെൽത്തി ആയിട്ട് പറ്റുന്ന ഒരു കോമ്പിനേഷൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യാറില്ല കേട്ടോ, അത് എന്നും അല്ല, ഇടയ്ക്കൊക്കെ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, നമ്മുടെ അമൂലിൻ്റെ 99% കൊക്കോ ആണ്. ഇത് എന്താ പറയുക, അൾട്ടിമേറ്റ് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് വന്നിട്ട് ബിറ്റർ ആട്ടോ, അതായത് ബിറ്റർ ടേസ്റ്റ്, കയ്പ്പാണ്. മധുരം ഒരു തുള്ളി അംശം പോലും ഇല്ലാത്ത മധുരം ഇല്ലാത്തതാണ്. ഇത് ഞാൻ കഴിക്കണതാണ്, കുറച്ച് കഴിക്കുള്ളൂ. എന്താ ഇത്രയും കഴിക്കില്ല, ഇതിൻ്റെ പകുതിയൊക്കെ കഴിക്കുള്ളൂ. അതിപ്പോൾ ഞാൻ എടുത്തിട്ട് കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലുള്ള പീസ് എന്ന് പറഞ്ഞാൽ അമ്മ ഇടയ്ക്കെടുത്ത് കഴിക്കും കേട്ടോ. അതായത് ഇത്രയേ ഉള്ളൂ, ബാക്കി കഴിഞ്ഞു. ഇത്രയും വന്നൊരു പീസായിരുന്നു, ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും കഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനിത് ഓൺലൈനിൽ മേടിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആർക്കെങ്കിലും ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണെങ്കിൽ നല്ലതല്ല. നമുക്ക് വേറെ മധുരങ്ങൾ, ആർട്ടിഫിഷ്യൽ ഷുഗറുകൾ കഴിക്കണേക്കെ. അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു പീസ് എടുക്കുക. പിന്നെ വേണ്ടത് ഇതാണ്, ഇത് ഡേറ്റ്സ് ആണ്. ഓൾറെഡി സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് നമ്മുടെ ഡേറ്റ്സ്. അമ്മൂന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നല്ലതാണ് കഴിക്കുന്നത്, ബ്ലഡ് വയ്ക്കാനും അതുപോലെ ഹെൽത്തിനൊക്കെ നല്ലതാണ്, ഉണ്ണികൾക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വാങ്ങിയത് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വാങ്ങിയിട്ട് ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞിട്ടുള്ള ആളാട്ടോ. എടുത്ത് കളഞ്ഞു കേടായിട്ട്. അപ്പോൾ പക്ഷെ ഇപ്പോൾ ഇത് നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഇത് എന്നും കഴിക്കാറില്ല.
എനിക്കിപ്പോഴും ഇഷ്ടമൊന്നുമില്ല, കാരണം ഇത് ഭയങ്കര മധുരല്ല ഡേറ്റ്സിന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ഇത് ഇപ്പം ഞാൻ പുതിയ പാക്ക് മേടിച്ചു കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ഒരു ഡേറ്റ്സ് എടുക്കാം. ഇപ്പം ഞാൻ കഴിക്കണില്ല, കാരണം എൻ്റെ വയറ്റിൽ പഴം കഴിച്ചുകൊണ്ട്. ഇതൊരു കടി കടിക്കുക, ഈ ഡേറ്റ്സിൽ നിന്നൊരു കടി കടിക്കുക, രണ്ടും കൂടി മിക്സ് ചെയ്ത് തിന്നുമ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ഫഡ്ജൊക്കെ തിന്നാണ്, ചോക്ലേറ്റ് ഫഡ്ജിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. അത് ഞാൻ ഓൾറെഡി ഓരോരുത്തർ ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് സ്വന്തമായിട്ട് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നന്നായി തോന്നി. നമുക്കൊരു ചോക്ലേറ്റ് നമ്മൾ എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ഷുഗർ ഇല്ലാണ്ട് ചോക്ലേറ്റ് കഴിക്കണ ഒരു ഫീലൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോംബോ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു, അതായത് ഷുഗർ ഫ്രീ മേടിക്കരുത്, പിന്നെ 70 അങ്ങനത്തെ പെർസെൻറ്റേജ് ഒന്നും മേടിക്കരുത്. മധുരം ഇല്ലാത്തത് 99% ഫുൾ കൊക്കോ ആയിട്ടുള്ള തന്നെ മേടിക്കുക. പറഞ്ഞു വന്നത് ഇത് തന്നെ മേടിക്കുക. അതായത് ഈ ബ്രാൻഡ് ഒന്നും വേണമെന്നില്ല. ഇത് ഞാൻ മേടിച്ചാണ് കാശ് കൊടുത്തിട്ട്, കൊളാബറേഷൻ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് ഇങ്ങനെ ഒരു കയ്പുള്ള ചോക്ലേറ്റ് മേടിക്കാം, മധുരമില്ലാത്തത്. അതായത് 0% ആഡഡ് ഷുഗറും എല്ലാ ഷുഗറും 0 ആയിട്ടുള്ളത് സാധനം മേടിക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി കഴിച്ച് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ സാലഡ് ഇവിടെ കുക്കറിൽ ഷൂ നാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ സാലഡിന്റെ റെസിപ്പി പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ വിസിലടിക്കും. അപ്പം ഞാനത് ചെയ്യാം, പക്ഷേ അത് എല്ലാവർക്കും ടേസ്റ്റ് വൈസ് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കാരണം ഇതിൽ തീരെ നമ്മൾ ഓയിൽ ചേർക്കണില്ല. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ കുരുമുളക് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, നമ്മുടെ മുളക് കുത്തിപ്പൊടി മുളക്, അതൊക്കെ ഇട്ടിട്ടാണ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല നമുക്ക്. പക്ഷെ എണ്ണ ചേർക്കാത്തതിൻ്റെ നല്ലൊരു വ്യത്യാസം അതിലുണ്ടാവും കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ സാലഡ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു കവറൊക്കെ വെച്ചേക്കായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതേ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാലഡ് മുഴുവനായിട്ടില്ല കേട്ടോ. ഇതിലിപ്പോൾ കുക്കുംബർ, അതുപോലെ തൈര്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രീക്ക് യോഗട്ട് എടുക്കാം. പിന്നെ ഒരു സ്വല്പം ഉപ്പിട്ടുണ്ട്, പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ സാലഡ് ഞാൻ കാണിച്ചു തന്നില്ല, ഇങ്ങനെയാണ്. പക്ഷെ ഇത് ജസ്റ്റ് ഒരു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്കിതിൽ കുറച്ച് പ്രോട്ടീന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചക്കപ്പലിന്റെ ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ആവശ്യത്തിന് എടുത്തിട്ട് വറക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഫുള്ള് വറുത്ത് വെക്കാറില്ല. എനിക്ക് പച്ചക്കപ്പലിന്റെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പക്ഷെ ഇതിലിടുമ്പോൾ കുറച്ച് ജസ്റ്റ് നമ്മളൊന്ന് വറുത്ത ഒരു ചൂടോടുകൂടി ഇടുന്ന രസം. അപ്പൊ ഞാൻ ഈ ഒരു പിടുത്തം എടുത്തിട്ട് ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് ചിലപ്പോൾ തൊലി കളയും, ചിലപ്പോൾ തൊലിയോടൊക്കെ അതിലിടും, ഈ സാലഡിലിടും. അപ്പൊ അങ്ങനെ കഴിക്കും. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മള് തലേദിവസം നമ്മളിങ്ങനെ 1-2 ദിവസം വെച്ചിട്ട് നമ്മൾ ചെറുപയർ നമ്മൾ മുളപ്പിക്കില്ലേ, ആ മുളപ്പിക്കുന്ന ചെറുപയർ ഉള്ള ദിവസം അപ്പൊ അടുപ്പിച്ച് 2 ദിവസം അല്ലെങ്കിൽ 1 ഇടവിട്ടൊക്കെ ഇതിൽ ചെറുപയർ മുളപ്പിച്ചത് വേവിക്കാണ്ടിടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മാതള നാരങ്ങ പൊമഗ്രാനേറ്റ് ഇല്ലേ, അതിന്റെ കുറച്ച് കുരുക്കളിടും. അങ്ങനെ നമുക്ക് എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട് ഇതിൽ ഇങ്ങനെ മിക്സ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ബേസ് ആയിട്ട് ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പൊ ഇതൊരു 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ട് വെക്കും. പിന്നെ അതിന്റെ ഇടയിൽ എനിക്ക് ഒന്ന് മാറി കഴിക്കണം എന്ന് തോന്നിയ ഇത് ചിക്കൻ സാലഡ് ഇവിടെ ഇരിപ്പുണ്ട്, അത് കുറച്ചെടുത്തിട്ട് കഴിക്കും. ഇനിയിപ്പോ ഇതിൽ വേണമെങ്കിൽ ചിലപ്പോൾ ഞാൻ ചിക്കൻ സാലഡ് ആഡ് ചെയ്ത് കഴിക്കും. അതായത് കുറച്ച് ചിക്കൻ സാലഡ് എടുക്കും, കുറച്ച് ഈ സാലഡ് എടുത്തിട്ട് രണ്ടും കൂടി കഴിക്കും. രണ്ടും കൂടി ഇങ്ങനെ മാറി കഴിക്കും. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ പരീക്ഷിക്കുക. പക്ഷെ എന്നും ഒരേ ഫുഡ് തന്നെ കഴിക്കുമ്പോൾ എനിക്ക് ഒന്നാമത്തെ അത് താല്പര്യമില്ല, ഞാൻ എന്നും അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ആകെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ വേ പ്രോട്ടീൻ ഇതെന്നും ഒരേപോലെ പോകും. അതായത് നമ്മുടെ സ്മൂത്തിയും മുട്ടയും. ചിലപ്പോൾ ഞാൻ മുട്ടയിലെ മാറ്റം വരുത്തും. ചിലപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ബോയിൽ ചെയ്തിട്ട് ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന പോലെ ഇല്ലേ, ഹാഫ് ബോയിൽഡ് മാതിരിയാക്കും. ചിലപ്പോൾ ഞാൻ സ്ക്രാമ്പിൾഡ് എഗ്ഗ് മുട്ട കുത്തിപ്പൊരിക്കും. അങ്ങനെ വ്യത്യാസം വരുത്തും. അതൊക്കെ വെറുതെ ഒരു ഫ്രഷ് ഫീലിംഗ് നമുക്ക് തോന്നും ഓരോ വെറൈറ്റി പരീക്ഷിക്കും. അപ്പൊ ഇന്ന് പരീക്ഷിച്ചിട്ടുള്ള ഒരു സ്നാക്ക് കാണിച്ചു തരാം. അത് ഞാൻ ഒരു മിനിറ്റ് ഇട്ടാ. അപ്പൊ ഇന്ന് പരീക്ഷിച്ചിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇത് വന്നിട്ട് ഓട്സിന്റെ കുക്കീസാണ്. ഇതിലെന്ന് പറഞ്ഞാല് ഓട്സ്, പിന്നെ നമ്മുടെ പഴല്ലേ, വീട്ടിൽ പഴുത്തത് കൊണ്ടാണ് 2 പഴം, ചെറുപഴം, ഒരു നുള്ള് ഉപ്പ്, പിന്നെ നമുക്ക് എന്താ പറയാ, പഴം നല്ല മധുരാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡേറ്റ്സ് ചേർക്കാം. പിന്നെ നമ്മുടെ എന്താ പറയാ, ചെറിയ ചോക്കോ ചിപ്പില്ലേ ചേർക്കാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഓട്സ് ചെറുതായിട്ടൊന്ന് ചെറിയ തരിയായിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പഴം നന്നായി മാഷ് ചെയ്യുക. എന്നിട്ട് ഓട്സ് പൊടിച്ചത് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒരു സ്വല്പം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കുക. പിന്നെ ഒരു സ്വല്പം പാല് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ നല്ല പഴുത്ത പഴമാണ്, നല്ല മധുരമുള്ള പഴം. പിന്നെ ഇതിലിടയിൽ കാണുന്നത് ചോക്കോ ചിപ്പാട്ടോ, അതാ കണ്ടില്ലേ, ഭയങ്കര നല്ല ടേസ്റ്റ് ഉള്ളതാട്ടോ. പാറോടി ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനത്തെ പരീക്ഷിക്കും. ഇപ്പൊ ഇതിന് 3 പാറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സൂക്ഷിച്ചു വെക്കാം.
കുപ്പിയിലാക്കിയിട്ട് നമുക്കൊരു 3-4 ദിവസത്തേക്ക്. പിന്നെ ഞാൻ അതിൽ ടേസ്റ്റിനും ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ നമ്മൾ ഓട്സ് പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഏലക്ക ഇട്ടിട്ട് പൊടിക്കാം. പിന്നെ ഇത് നമുക്ക് നമ്മുടെ അടുപ്പുമേയും ചെയ്യാം. അതായത് ജസ്റ്റ് നമ്മൾ നമ്മുടെ എന്താ പറയുക ദോശ ഉണ്ടാക്കണ പോലത്തെ പാനിൽ ഫ്രൈ പാൻ അതിൽ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബേക്ക് ചെയ്തെടുത്തതാണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ ഏലക്ക ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ വാനില എസൻസ് ഒക്കെ ചേർക്കാം, ഒരു ഫ്ലേവറും കൂടി കിട്ടും. ഇതിൽ ഏലക്ക പറഞ്ഞ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടം. ഞാൻ ഈ തേങ്ങാപ്പാലൊക്കെ കൊടുക്കുമ്പോൾ അതിൽ ഏലക്ക ഇട്ടിട്ട് അരച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ ഏലക്കയുടെ മണവും രുചിയൊക്കെ കിട്ടും. ഈ മിക്കതിലും തേങ്ങാപ്പാൽ ആൾക്ക് ഇഷ്ടം. നമ്മുടെ എന്താ പറയുക വെള്ളപ്പം മുലപ്പം ഇതിലൊക്കെ തേങ്ങാപ്പാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനൊരു 3-4 ദിവസത്തേക്കൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ അവള് ഇനിയിപ്പം നാളെ വെള്ളിയാഴ്ച, അപ്പോൾ അവള് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ രണ്ടെണ്ണം കഴിക്കും. പിന്നെ ശനി ഞായറുണ്ട്. അപ്പോൾ അത് അവസാനിക്കും. കേടാവില്ല കേട്ടോ, സംഭവം കേടാവില്ല. നല്ല വടി മാതിരി ഇരിക്കണം. നല്ല ഇങ്ങനെ കണ്ട ഇതുമാതിരി ഇരിക്കണേ ടേസ്റ്റ് ഉണ്ട്. ഭംഗി ഷേപ്പൊന്നും നോക്കരുത്. ഇതൊക്കെ മറ്റേ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോടിയിട്ടായിരിക്കണേ. പക്ഷെ സംഭവം ഞാൻ ഇപ്പോൾ ഇതിൽ വെച്ചതാട്ടോ. ഞാനത് മേക്ക് ചെയ്തിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ട് കഴിഞ്ഞൊരു എന്താ പറയാ ചില്ലി കുപ്പിയിലാക്കിയിട്ട് പുറത്ത് തന്നെ വെക്കാം. ഇടയ്ക്കെടുത്ത് നോക്കണം എന്തെങ്കിലും. പക്ഷെ ഒരു 3 ദിവസമൊക്കെ ഇരിക്കും. അതിനും കൂടുതൽ ഞാൻ ഉണ്ടാക്കാറില്ല. ഒരു 4-5 കഷ്ണം അത്രേ ഉള്ളൂ. അപ്പോൾ 6 പോയി കാലത്ത് തന്നെ കഴിക്കും, ചിലപ്പോൾ 4 മണിക്ക് തന്നെ കഴിക്കും. അപ്പോൾ തന്നെ 2 ദിവസം കൊണ്ട് കഴിയും. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഞാനിതിപ്പോ ഒരു പഴം കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ വലിയൊരു വിശപ്പ് തോന്നണില്ല. അപ്പൊ ഈ ഒരു സാലഡ് കഴിക്കും. ഞാനിപ്പോ കപ്പലിന്റെ ഇടുന്നില്ല. അപ്പൊ ഇങ്ങനെ തന്നെ കഴിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഡിന്നർ വരുന്നത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയും കുറച്ച് ലെമണൊക്കെ ചേർക്കാം. അപ്പൊ ഇതിൽ കുറച്ച് വെള്ളം മാതിരി ഇരിക്കണത്. ഇതിൽ നമ്മള് ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് ഇടില്ലേ, ആ ഇടുമ്പോ ഇതിപ്പോ ഏകദേശം കഴിഞ്ഞിട്ട് കേട്ടോ. ഞാനൊരു 3 ദിവസത്തേക്കുള്ള പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്തിട്ടേ. അതാണ് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒരു വട്ടം അതിന് എടുത്തിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഏകദേശം 5 മണിയുണ്ട്. ഞാൻ എൻ്റെ ഡിന്നർ അവസാനിപ്പിക്കണം. ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇനി വീണ്ടും കുക്കർ ഓൺ ചെയ്യണം, അല്ലെങ്കിൽ അതിങ്ങനെ വിസിലടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കണം. കാരണം വെച്ചാൽ എൻ്റെ ഫുഡ് അടി സമയത്ത് കഴിയും. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഐ ഈറ്റിന്റെ ഇടയാണ്. പിന്നെ വെള്ളം കുറച്ചും കൂടി ഉണ്ട്. കാരണം ഞാൻ പുറത്ത് പോയതുകൊണ്ട് എനിക്ക് കുറെ വെള്ളം കുടിക്കുമ്പോഴേ എനിക്ക് മൂത്രമൊക്കെയുള്ള ടെൻഡൻസി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് പോകുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് അന്വേഷിച്ച് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇവിടേക്കല്ല അടുത്തേക്കല്ല പെട്ടെന്ന് വരാൻ പറ്റുന്ന വെച്ചിട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് എടുക്കുന്നത് വരെ ആ വെള്ളം കൂടിയും കുടിച്ച് അവസാനിപ്പിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡൊന്നും കഴിക്കില്ല. വേറെ എത്രയൊക്കെ ടെൻഡൻസി ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും കഴിക്കില്ല. പക്ഷെ ശനിയാഴ്ച എനിക്ക് തോന്നുകയാണെങ്കിൽ ഇന്നിപ്പോൾ കഴിക്കുന്ന അപ്പോൾ ഒരു വെള്ളിയാഴ്ചയൊക്കെ ഞാൻ പ്ലാൻ ചെയ്യും. പിന്നെ എനിക്കിപ്പോൾ ഇത് പീരിയഡ്സിൻ്റെ ദിവസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ടെൻഡൻസി വരും. അപ്പോൾ ഞാൻ ചിലപ്പോൾ കഴിക്കും. മീൻസ് ഞാൻ വന്നിരിച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള, അതായത് വീട്ടിലുണ്ടാക്കുക, അതാണ് മെയിൻ. അതായത് ഞാനിപ്പോൾ തേങ്ങാപ്പന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ മേടിച്ച് കഴിക്കും ഈ പീരിയഡ്സിൻ്റെ സമയത്ത്. അപ്പോൾ ഇവിടെ തേങ്ങാപ്പന്നെ ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 2 ദിവസം 3 ദിവസമൊക്കെ വേണം അത് കഴിയാൻ. അപ്പോൾ എൻ്റെ ആ ചീറ്റ് സമയം, അപ്പോൾ ഞാൻ ബാക്കിയുള്ള സമയത്തെ കാലറീസൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് അത് കഴിക്കുക. പിന്നെ എന്ന് പറഞ്ഞാല് കോഴിക്കോട്ട ചിലർക്ക് മനസ്സിലാവില്ല. ഉണ്ട പിടിച്ചിട്ടേ നമ്മുടെ എന്താ പറയാ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കില്ല, അതുപോലെ കുഴച്ചിട്ട് ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് തേങ്ങയും ശർക്കരയും ഏലക്കൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണം ഉണ്ട കോഴിക്കോട്ട. ആ സംഭവം ഉണ്ടാക്കും. അപ്പൊ അത് 2 അല്ലെങ്കിൽ 1 കഴിക്കും. അപ്പൊ അതൊക്കെയാണ് എൻ്റെ ചീറ്റുകള്. പിന്നെ എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ഞങ്ങള് ഷവായി മേടിക്കാറുണ്ട്. അത് വലിയ പ്രശ്നമില്ലാത്തല്ല ഷവായി. അപ്പൊ ഷവായി മേടിക്കുമ്പോൾ അതൊരു ദിവസത്തെ ചീറ്റ് ഡേ ആയിട്ട് വെക്കും. അങ്ങനെ അപ്പൊ അങ്ങനെ ശനിയാഴ്ചകളിലായിരിക്കും മിക്കതും ഞങ്ങൾ അങ്ങനെ വല്ലതും ചെയ്യാം. പിന്നെ ഞങ്ങൾ ഫ്രൈഡ് ഒക്കെ നിർത്തി, കുറെ കാലമായിട്ടോ ഫ്രൈഡ് നിർത്തി. പിസ്സ ഞാൻ നമുക്ക് പിസ്സയും ബർഗറൊന്നും കഴിക്കില്ല. ഫ്രൈഡ് ചിക്കൻ ആണെങ്കിൽ ഒരു പീസ് അങ്ങനെ കഴിക്കുള്ളൂ. അതൊക്കെ നിർത്തി. പിന്നെ ഷേക്ക് കുടിക്കൽ നിർത്തി. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് ഷേക്കാണ് എനിക്കിഷ്ടം, അത് കുടിക്കൽ നിർത്തി. ഇനിയിപ്പോൾ അങ്ങനെ ഷേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ വേ പ്രോട്ടീൻ, സത്യം പറഞ്ഞാൽ ചോക്ലേറ്റ് ഷേക്ക് കഴിക്കുന്ന ഒരു എന്താ പറയുക ഫീലിംഗ് ആണ് എനിക്ക് വേ പ്രോട്ടീൻ കഴിക്കുമ്പോൾ. കാരണം ആ ഒരു ടേസ്റ്റാണ്. അറേബ്യൻ ക്രീം കോഫി ക്രീം, ആ ഒരു ഫ്ലേവറാണ് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ടെൻഡൻസി ഇല്ല അത് കുടിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഡെയിലി ഇത് കുടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ കുക്കീസ് ഇതേ ഈ ഒരു ചെപ്പിലാക്കി വെച്ചേക്കാട്ടോ. പാർക്കുട്ടി ഇതേ ഒരെണ്ണത്തിന്റെ പകുതി കഴിക്കുന്നുണ്ട്. ഇത് കേടാവില്ല കേട്ടോ, ഒരു 3-4 ദിവസമൊക്കെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ എടുത്തു കൊടുക്കും. എനിക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ചിലപ്പോൾ ഞാനും കഴിക്കും കേട്ടോ. ഇതിൽ ആഡഡ് ഷുഗർ ഒന്നും ചേർക്കാത്തല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വേണം, എന്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ട്രിപ്സും ഐഡിയാസും ട്രിക്സ് ഒക്കെ
ഞാൻ അതുപോലെ എനിക്കിത് ബുദ്ധിയിൽ തോന്നണതും പിന്നെ ഓരോരുത്തർക്ക് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമ്മളതിന്റെ ബാക്കി ചെയ്യുന്നു. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കമന്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇടയ്ക്ക് ചെയ്യാം അല്ലേ. അപ്പൊ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.